പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വിവിധ രാജ്യങ്ങളിലാകാം, വിവിധ കുടുംബങ്ങളിലാകാം, വിവിധ സ്ഥലങ്ങളിലാകാം, നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിലാകാം. സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ ഒരു ശുശ്രൂഷയിൽ കേവലം ഒരു പ്രാർത്ഥന പോലെ, കേവലം ഒരു കേൾവി പോലെ പോകാതെ നമുക്കൊരടുക്കും ചിട്ടയോടും ഒരുമിച്ചായിരുന്ന് ബൈബിളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു ഡയറിയൊക്കെ കൈകളിലെടുത്ത് നല്ലൊരു പേനയും കൈകളിലെടുത്ത് നമുക്ക് പ്രാർത്ഥനയോടെ ഒരു നിമിഷമായിരിക്കാം. ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിലെ ഉപയോഗിച്ച പ്രതിവചിച്ച വചനങ്ങളൊക്കെ ഞാൻ ബൈബിള് തുറന്നപ്പോൾ കിട്ടിയത് നിങ്ങളോട് പറഞ്ഞതല്ല. അത് പ്രാർത്ഥനയിൽ എടുത്തതും അത് വച്ച് ചിന്തിച്ചതും അത് പ്രാർത്ഥനാമുറിയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ച് എഴുതി സൂക്ഷിച്ച ഒരു ഭക്ഷണം ഒരാളുടെ മുമ്പിൽ വിളമ്പുന്നത് പോലെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഈ വചനം നിങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണം പോലെ, ഒരു നല്ല ഭക്ഷണം പോലെ വിളമ്പുന്നത്. ഭക്ഷണം മാത്രമല്ല, ഓരോ വചനവും അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഇതൊരു വിരുന്നാണ്. ഈ വചനം നിങ്ങളുടെ എത്തിക്കുന്നതും ഒരു ഭക്ഷണം വിളമ്പുന്നത് പോലെ ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ വിളമ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 14-ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങൾ കേട്ട വചനത്തിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? ഞാൻ ഓരോ ദിവസവും എടുക്കുന്ന വചനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. കാരണം എൻ്റെ ജീവിതത്തെ തൊട്ടതും സ്വാധീനിച്ചതുമായ, എന്നോട് ദൈവം സംസാരിച്ചു എന്ന് എനിക്ക് അനുഭവമുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചത്. അല്ലാതെ ഒരു പുസ്തകം നോക്കി റേഡിയോയിലൂടെ ഒരു പറയുന്നത് പോലെ വായിക്കുകയല്ല ചെയ്തത്. അത് നിങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്തത്. എനിക്കറിയാം ഈ വചനത്തിന് നിങ്ങളുടെ ഉള്ളിൽ ജീവനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഈ വചനം നിങ്ങൾ ഇന്ന് കേട്ടിട്ട്, ആ വചനം നിങ്ങൾ കേട്ട് രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഏതോ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു അഭിഷേകമായി മാറാൻ ഇടയാകത്തക്ക വിധം അത് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ വിതയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് കിളിർക്കാതിരിക്കത്തില്ല. ജീവനുള്ള വിത്താണ് ദൈവത്തിൻ്റെ വചനം. അത് നിങ്ങളിലത്, നിങ്ങളുടെ ഭവനങ്ങളിൽ അത് കിളിർക്കും, അത് വളരും, അത് അഭിഷേകമുള്ളതായി അത് മാറും. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? അനുഗ്രഹത്തിൻ്റെ പിന്നിലെല്ലാം കാരണമുണ്ട്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അറിയേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധ അമ്മ എന്തോ പ്രത്യേകമായി അനുഗ്രഹിക്കപ്പെടാൻ കാരണം, പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ അതിനെ ബഹുമാനിച്ചു, അതിനെ സ്വീകരിച്ചു, അതിനെ വിശ്വസിച്ചു. ഇതാണ് പരിശുദ്ധ അമ്മ. ഇന്ന് മനുഷ്യരാൽ അത്രയും സന്തോഷത്തോടെ ആദരവോടെ ഒരു മനുഷ്യൻ, ഏതൊരു വ്യക്തിയും അമ്മയെ നോക്കിക്കാണാൻ ഇടയാകത്തക്ക വിധം അമ്മയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണമുണ്ട്. ഒരാൾ തകർന്ന് തരിപ്പണമായിപ്പോയി, അതിനും കാരണമുണ്ട്. നല്ല നിലയിലുള്ള ഒരാളായിരുന്നു, ഇതേ പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നുമില്ലാണ്ടായി, എന്തോ കാരണമുണ്ട്. ഒന്നുമില്ലാത്തൊരാളായിരുന്നു, തവിടുപൊടിയായിപ്പോയ മനുഷ്യനാണ്. ഇന്നിതാ രക്ഷപ്പെട്ട് വരുന്നു, നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. കാരണമുണ്ട്, എല്ലാത്തിനും കാരണമുണ്ട്. നമ്മളൊരു പനിയായി ഹോസ്പിറ്റലിൽ ചെന്നാലും ഡോക്ടർ ചോദിക്കും, എന്തെങ്കിലും യാത്ര പോയായിരുന്നോ, മഴ നനഞ്ഞായിരുന്നോ, തണുത്തത് എന്തെങ്കിലും കഴിച്ചോ? അവർ ചോദിക്കും എന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു പനി വന്നാൽ വരെ അതിൻ്റെ പിറകിലൊരു കാരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ 14-ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുന്നത് എന്നാണെന്നറിയാമോ? അനുഗ്രഹത്തിനുള്ള കാരണമാണ് അറിയുന്നത്. ആരും ചുമ്മാതെ അനുഗ്രഹിക്കപ്പെടില്ല. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തി സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടത്തില്ല. എന്തിനാണ് അനുഗ്രഹം? എന്തിനാണ് അനുഗ്രഹം? ഈ സമയം നിങ്ങൾ ചിന്തിക്കണം. എനിക്കറിയാവുന്ന കുടുംബം, നന്നായി പഠിക്കുന്ന മക്കൾ, എല്ലാത്തിനും നല്ല നല്ല മാർക്ക്, വലിയ മാർക്കുകളാണ് കിട്ടുന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാത്തിനും ഭയങ്കര മാർക്ക് കിട്ടി. സ്വീകരണം നടന്നു, ട്രോഫി സമ്മാനിച്ചു, ഫ്ലെക്സ് അടിച്ച് റോഡിൻ്റെ പല ഭാഗത്തും വച്ചിരുന്നു. അതിനുശേഷം +1 പഠിച്ചു. +2 ആയപ്പോഴത്തേക്കും പഠിക്കാൻ ഭയങ്കരമായ ഉത്സാഹത്തോടെ പഠിക്കുകയാണ്. കാരണം ഈ പഠിക്കുന്ന കൊച്ചിന്
ഡോക്ടറാകാനാണ്, MBBS ഡോക്ടറാകാനാണ് ആ ഡ്രീം, സ്വപ്നം. അത് നല്ല സ്വപ്നമാണ്. അധ്യാപകരെ സപ്പോർട്ട് ചെയ്യുന്നു, വീട്ടുകാരും കുടുംബക്കാരും നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടറാകും, നീയാണ് ഡോക്ടർ, നിന്നെ ഒരു ഡോക്ടറുടെ മുഖമുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹനം. പക്ഷെ സത്യസന്ധമായൊരു കാര്യം പറയാം, എല്ലാ കഴിവും ഉണ്ട്, പക്ഷെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മൾ ചോദിക്കും, ചിന്തിക്കും, പ്രാർത്ഥിക്കാതിരുന്നിട്ടും എല്ലാത്തിനും മാർക്കൊക്കെ ഉണ്ടല്ലോ. ഒരു നിർഭാഗ്യമെന്ന് പറയട്ടെ, +2 പരീക്ഷ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ കൊച്ച് മാനസികമായി ഡൗൺ ആയിപ്പോയി, ഡിപ്രഷനായിപ്പോയി. കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് ആൾ മാറിപ്പോയി. ആൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ പുസ്തകത്തിലെ കഥയാണ് നിങ്ങളോട് പറയുന്നത് ചിന്തിക്കും. അല്ല, ഇതൊരു വ്യക്തിയുടെ അനുഭവമാണ്. ആൾ ഡിപ്രഷനായിപ്പോയി, മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, പുസ്തകം എടുക്കത്തില്ല. കാരണം പരിശ്രമിച്ച് പിന്നീട് പഠിച്ചത് പോരാ അങ്ങനെ ടെൻഷൻ കയറി ആൾ ഡിപ്രഷനായി കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ ചെന്നു. അവർ മരുന്ന് കൊടുക്കേണ്ടി വന്നു. ഒറ്റ പരീക്ഷ എഴുതിയില്ല കേട്ടോ. ആ വർഷം ആ ഒറ്റ പരീക്ഷ കൊച്ചിനെ കൊണ്ട് എഴുതാൻ പറ്റിയില്ല. ഒറ്റ പരീക്ഷ കൊച്ചെഴുതിയില്ല. ഏറ്റവും ഒന്നും പഠിക്കാത്തവൻ വരെ ആ വർഷം ജയിച്ച്, വലിയ പഠിക്കാത്തവരെ ജയിക്കുകയാണെന്ന് കരുതിയവർ വരെ ജയിച്ച്, ഏറ്റവും നല്ല ടോപ്പായിട്ട് ഒറ്റ പരീക്ഷ പോലും അവനെ കൊണ്ട് എഴുതാൻ ആ പരീക്ഷകളിൽ പോലും കയറിയില്ല. പ്രാർത്ഥിക്കാനായ അപ്പനും അമ്മയും കൊണ്ടുവന്നപ്പോൾ കടലാസിൽ ദൈവകൃപയിൽ എഴുതി കൊടുത്തത് ഒരു വചനമാണ്. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. ഞാൻ എഴുതി കൊടുത്തത് വലിയ കളറുള്ള പേപ്പറിലൊന്നുമല്ല, എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധാരണ പേപ്പറിലാണ് ഞാൻ എഴുതി കൊടുത്ത ഒരു വചനം ജെറമിയ 20:11 ആ വചനം എഴുതി കൊടുത്തു. ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവരിൽ നിന്ന് കേട്ടൊരു വാക്യം, ആ വർഷം അവന് നഷ്ടപ്പെട്ടെങ്കിലും ഈ വചനം സൈക്കാട്രിസ്റ്റ് കൊടുത്ത മരുന്നിൻ്റെ ഫലമായിട്ടല്ല ഞാൻ പറയുന്നത്, ദൈവവചനം ഒരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏത് പ്രതിസന്ധിയെ മാറ്റാൻ ദൈവത്തിന് പറ്റുമെന്ന്, ദൈവത്തിൻ്റെ വചനത്തിന് കഴിയുമെന്ന് വെളിപ്പെടുത്തിയ സംഭവമാണ്. ആ വർഷം എഴുതിയില്ല, പിറ്റേ വർഷം പ്രാർത്ഥനയോടുകൂടി ആ പരീക്ഷ എഴുതി ആൾ നല്ല മാർക്കോടെ ജയിച്ച് ഇന്ന് ആഗ്രഹിച്ചതുപോലെ മെഡിസിന് പഠിക്കാനുള്ള സ്വപ്നവുമായി മുന്നോട്ടുള്ള യാത്രയിലാണ്. ഞാനിത് പറഞ്ഞത് ആദ്യ വർഷം ഇപ്പോൾ എഴുതി, ഇപ്പോൾ ജയിച്ചു, ആ പരീക്ഷ എഴുതുന്നു, പഠിക്കാൻ പോകുന്നു, എല്ലാം അതിന് സാമ്പത്തികം എല്ലാം ഉള്ളവരാണ്. പക്ഷെ നടന്നില്ല, ഒറ്റ പരീക്ഷ എഴുതിയില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, അതൊക്കെ നടത്തണമെങ്കിൽ നമ്മളുടെ ഭക്ഷണം കഴിച്ച് നമ്മൾ നേടിയെടുത്ത ആരോഗ്യം മാത്രം പോരാ, നമ്മുടെ തലയ്ക്കകത്തുള്ള 300 ഗ്രാം ബുദ്ധിയുടെ പവർ മാത്രം പോരാ, നമുക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ ഒരനുഗ്രഹം, ഒരു കടാക്ഷം വേണം. ഒരു അനുഗ്രഹം നമുക്ക് വേണം. അതുകൊണ്ടാണ് ഒരു ചൊല്ല് തന്നെയുണ്ട്, കരുത്തനായാലും കുരുത്തമില്ലെങ്കിൽ അവൻ തോറ്റുപോകുന്നു. കരുത്തനായാലും കുരുത്തമില്ലാത്തവൻ ജീവിതത്തിൽ തോറ്റുപോകും. എത്രയോ കരുത്തന്മാരെ നിങ്ങൾക്കറിയാം, പക്ഷേ എവിടെയോ ആൾക്ക് കുരുത്തമില്ല. എടാ, നിനക്കെന്തോ ഒരു കുരുത്തക്കുറവുണ്ട്, നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നീ കുരുത്തമുള്ളവനാണ്, നീ രക്ഷപ്പെടും. ചിലർ പറയാറില്ലേ, മുഖത്ത് നോക്കി, എടാ നിനക്കിങ്ങനെയൊക്കെ വിഷമം ഉണ്ടെങ്കിലും, നിനക്കിങ്ങനെയൊക്കെ വേദന ഉണ്ടെങ്കിലും നീ ഒരു കുരുത്തമുള്ളവനാണ്, നീ ഒരു അനുഗ്രഹമുള്ളവനാണ്, നീ രക്ഷപ്പെടും. നിനക്കൊരു കുരുത്തമില്ലാത്തവനാണ്, നീ എന്നാ ചെയ്താലും അതാകെ അവസാനം പരാജയപ്പെട്ടു പോകും. കരുത്തുള്ള ആളാണേലും കുരുത്തമില്ലാത്തവൻ ജീവിതത്തിൽ തോറ്റുപോകും. അത് നമ്മുടെ ചുറ്റുമുള്ള അനേകരുടെ അനുഭവം തന്നെ എടുത്ത് ഒന്ന് പഠിച്ചാൽ മതി. നമുക്ക് വേണ്ടത് അനുഗ്രഹമാണ്. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഈ 14ാമത്തെ ദിവസം എനിക്ക് സർവശക്തൻ്റെ ഒരു അനുഗ്രഹം വേണം. അനുഗ്രഹത്തിന് അതിനൊരു വില കൊടുക്കണം. ഞാൻ ആ വാക്യം പറയാം. ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അതാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാമത്തെ വാക്യം. പരിശുദ്ധ അമ്മ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ വചനമാണ് മാംസം ധരിച്ചത്. നിയമാവർത്തനം 28:1 ഒന്ന് വായിക്കുകയാണ്. 28:1 നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് ഇന്നു ഞാൻ നിനക്കു നൽകുന്ന കൽപ്പനകൾ സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ, വചനം കേട്ട് അത് സ്വീകരിക്കുവാണെങ്കിൽ, അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്, ബിസിനസ് ചെയ്യാൻ കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സ്വാധീനമുണ്ട്, പ്രസംഗിക്കാൻ കഴിവുണ്ട്, പാടാൻ കഴിവുണ്ട്, അതുകൊണ്ട് ഉന്നതനാക്കുമെന്നല്ല. നിന്നെ ഉന്നതനാക്കുമെന്ന് ദൈവം പറഞ്ഞത് എപ്പോഴെന്നറിയോ? എൻ്റെ വാക്ക് നീ കേട്ട് അത് വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് അതനുസരിച്ചാൽ നിന്നെ മറ്റെല്ലാവരേക്കാളും
ദൈവം ഉന്നതനാക്കും. നിൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. ദൈവവചനം സ്വീകരിക്കുന്ന വ്യക്തിയും അനുസരിക്കുന്ന വ്യക്തിയും അത് ബഹുമാനിക്കുന്ന വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും. അത് തർക്കമില്ലാത്ത വിഷയമാണ്. ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് ഈ ബൈബിളൊന്ന് വായിക്കാനും പഠിക്കാനും വിശ്വസിക്കാനൊന്നും ഞാൻ ഒത്തിരി വൈകിപ്പോയി. നിങ്ങളും ഇതൊരിക്കലും പറയാതിരിക്കട്ടെ. ഇനിയെങ്കിലും ഇന്നെങ്കിലും ഞാൻ ദൈവവചനത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ആണ് ഈ പ്രസംഗിക്കുന്നത്. ദൈവൻ്റെ ഈ വചനത്തിന് പ്രാധാന്യം കൊടുത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. മറ്റൊന്നിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവും ഞാൻ എഴുതിയ ഡയറിയും മാത്രമേ ഉള്ളൂ. ഈ വചനത്തിലെല്ലാം ഉണ്ട്. നിന്നെ ദൈവം ഉന്നതനാക്കുമെന്ന് പറഞ്ഞാൽ നീ ഇത്രയും അധ്വാനിച്ചാൽ ഇത്രയേക്കർ സ്ഥലമുണ്ടെങ്കിൽ ഉന്നതനാക്കുമെന്നാണോ പറഞ്ഞത്? അല്ല. നീ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അതനുസരിച്ച് അത് വിശ്വസിച്ചതിനെ ബഹുമാനിച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ വചനത്തിനാണ് ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തത്. അതാണ് വായിക്കാത്തത്, അതാണ് മനസ്സിലാക്കാത്തത്. അത് വൈകിപ്പോകരുത്. ഇനിയെങ്കിലും ആ പുസ്തകം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പുസ്തകം പോലെ അപ്പുറത്തെ മുറിയിൽ ഇരിക്കേണ്ട ഒരു പുസ്തകമല്ലത്. അത് നിങ്ങളുടെ മടിയിൽ തുറന്നു വയ്ക്കേണ്ട, അത് ദിവസവും വായിക്കേണ്ടത്, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അത് പഠിക്കണം, അതിനെഴുതിയിരിക്കുന്നത് അനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണം. അപ്പോൾ നീ എന്ന വ്യക്തി, നിൻ്റെ കുടുംബവും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ഇത് സത്യമുള്ള കാര്യമാണ്. ഞാനൊരു ബൈബിളിൽ ഒരു വാക്യം എടുക്കുകയാണ്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായമാണ്. 5-ാം അധ്യായം. ആദ്യത്തെ ശിഷ്യന്മാരെന്നാണ് തലക്കെട്ട്. അത് കേൾക്കുമ്പോൾ ശിഷ്യന്മാരെക്കുറിച്ച് മാത്രമാണെന്ന് നമുക്ക് തോന്നും. അല്ല, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചപ്പോൾ ലഭിച്ച ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ആ ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 2-ാമത്തെ വാക്യം ഞാൻ എടുക്കുന്നു. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് കണ്ടു. 2 വള്ളത്തിൻ്റെയും സ്ഥിതി നിരാശാജനകമാണ്, സന്തോഷമുള്ളതല്ല. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. ഈ വചനം വായിക്കുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോയി അവർക്ക് ഒന്നും കിട്ടാതെ വന്ന് വള്ളം കരയോടടുപ്പിച്ചിട്ട് ആ ഇറക്കിയ വല വീണ്ടും കഴുകി അടുക്കി ഉണക്കി മടക്കി വയ്ക്കുന്നൊരു സാഹചര്യമാണ്. മനസ്സെങ്ങനെയായിരിക്കും അവരുടേത്? നിരാശയുള്ള, വിഷമമുള്ള, സങ്കടമുള്ളൊരു മനസ്സോടെ ഇരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് എഴുതിയിരിക്കുന്നത്, യേശു ആ വള്ളത്തിൽ കയറി എന്നിട്ട് പഠിപ്പിച്ചു. 4-ാമത്തെ വാക്യം. യേശു സംസാരിച്ചു തീർന്നപ്പോൾ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ബൈബിൾ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെ കണ്ണുകൾ ആ വാക്യത്തിലൂടെ 5-ാമത്തെ വാക്യത്തിൽ ശിമയോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത വാക്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക്. അത് ഞാൻ വളരെ ശാന്തമായി നിങ്ങളോട് പറയുകയാണ്. എങ്കിലും, ശിമോൻ പത്രോസ് പറയാണ്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ വല ഇറക്കും. എന്തനുസരിച്ചാണ്? നീ ഇപ്പം പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വല ഇറക്കും. നമ്മളൊക്കെ പലതും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് പലരും പറയുന്ന കേട്ടിട്ട് നമ്മളൊക്കെ പലതും ഇറക്കിയവരാണ്. എന്നിട്ട് നമുക്ക് എന്താണ് ജീവിതത്തിൽ വന്നതെന്നറിയാമോ? നമുക്ക് നഷ്ടവും പിണക്കവും ശത്രുതയും മാത്രമാണ് കൂടപ്പുറപ്പായിട്ട് വന്നത്. നമ്മൾ അവർ പറയുന്ന കേട്ട് ഇവർ പറയുന്ന കേട്ട് നമ്മൾ അതനുസരിച്ച് ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്തു. ഇവിടെ ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞാൻ വല എറിഞ്ഞിട്ടും അത് പല രീതിയിൽ നോക്കിയിട്ടും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നീ പറഞ്ഞതനുസരിച്ച്, നിൻ്റെ വാക്കനുസരിക്കും ഞാൻ. ആ ശൂന്യതയുടെ നഷ്ടത്തിൻ്റെ മുമ്പിൽ ശിമയോൻ പത്രോസ് അനുസരിച്ചത് യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്, ആ വചനമാണ് അനുസരിച്ചത്. ഇനി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ശിമയോൻ പത്രോസിനുണ്ടായത് നഷ്ടമാണോ നിരാശയാണോ എന്നറിയണ്ടേ? വാക്യം വായിക്കാം. 6-ാമത്തെ വാക്യം. വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങളെ അവർക്ക് കിട്ടി. അപ്പോൾ ഈ മത്സ്യങ്ങളൊക്കെ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഇവിടെ എല്ലാം ഇറക്കിപ്പോയതാണല്ലോ. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നിന്നുകൊണ്ട് അധ്വാനിക്കുന്നവന് അനുഗ്രഹം ഉറപ്പാണ്. ഇന്ന് പലരും
ചാടിത്തുള്ളി ചെയ്യുന്നത് അവനവൻ്റെ ബുദ്ധിയിലും ചിന്തയിലും നാട്ടുകാർ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അനുഭവമുള്ള വേറൊരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചാടുകയാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേ ലാഭമായിരിക്കും, നന്മയായിരിക്കും, ഇപ്പോൾ എല്ലാം തിരിച്ചു പിടിക്കുന്നു, ചാടുവാണ്. ചാടുന്നത് ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്കാണ് പലരും. നഷ്ടത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ നഷ്ടത്തിലേക്കാണ്. തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നത് പോലും മറ്റൊരു തകർച്ചയിലേക്കാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് ആ വല ഇറക്കിയപ്പോൾ എഴുതിയിട്ടുള്ളത് വളരെയേറെ മത്സ്യങ്ങളെ അവർക്ക് കിട്ടി. അവരുടെ വള്ളം നിറഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ വള്ളം രാത്രി മുഴുവൻ വല ഇറക്കിയിട്ടും ആ വള്ളം നിറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ വല ഇറക്കിയപ്പോൾ ദൈവം ആ വള്ളത്തെ, ആ ഇല്ലായ്മയെ നിറച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഇന്നില്ലാത്തത് എന്താണ്? എന്താണോ ഇല്ലാത്തത്, ശൂന്യമായി കിടക്കുന്നത് എന്താണോ? നിങ്ങൾ ദൈവവചനത്തിൽ നിൽക്കുമ്പോൾ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ശൂന്യത മാറും, ഇല്ലായ്മ മാറും, ആ നഷ്ടങ്ങൾ മാറും, ദൈവം നിറയ്ക്കാൻ തുടങ്ങും. ബൈബിൾ അതുപോലെ എഴുതി വച്ചിരിക്കുന്നു. ഒരു ട്യൂഷൻ മാസ്റ്ററുടെ സഹായം പോലും ഇല്ല ഇത് വായിച്ചു മനസ്സിലാക്കാൻ. വായിക്കാൻ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സ് വച്ചാൽ ഈ പ്രസംഗിക്കുന്ന ഒരാളുടെ സഹായം പോലും നിങ്ങൾക്ക് ആവശ്യമില്ല ഈ വചനത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ശിമയോൻ പത്രോസ് പറഞ്ഞു, നിൻ്റെ വാക്ക് ഞാൻ അനുസരിക്കും, നിൻ്റെ വാക്കിൽ ഞാൻ ഈ വല ഇറക്കും. എന്നിട്ട് എന്താണ് ലഭിച്ചത്? ഇഷ്ടം പോലെ മത്സ്യത്തെ കിട്ടി. 6-ാമത്തെ വാക്യം അങ്ങനെയാണ്, വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങളെ അവർക്ക് ദൈവം കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ആ മത്സ്യങ്ങൾ കയറിയപ്പോൾ. ഇനി ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയാണ്. ആ വല എറിഞ്ഞപ്പോൾ ആ വലയ്ക്കകത്ത് മത്സ്യങ്ങളെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ട, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അതിനകത്ത് നന്മയെ കൊണ്ടിരുന്ന ദൈവമാകട്ടോ. ഇങ്ങനെ എറിഞ്ഞു, അധ്വാനിച്ചു, ഞാൻ അങ്ങനെ പണിയെടുത്തു രാവും പകൽ, അതിലൊന്നുമല്ല. നമ്മുടെ അധ്വാനം അനുഗ്രഹമാക്കുന്നൊരു ദൈവമുണ്ട്. അവർ വല എറിഞ്ഞെന്നേ എഴുതിയിട്ടുള്ളൂ, അതിനകത്ത് മീനിനെ കൊണ്ടുവന്ന് കയറ്റിയത് അവിടെ ആ വാക്കു പറഞ്ഞ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ അധ്വാനം പോലും നിങ്ങൾക്കൊരനുഗ്രഹമാവുക. അല്ലെങ്കിൽ വെറുതെ കഷ്ടപ്പാടും ദുഃഖവും കണ്ണുനീരും മാത്രമേ മിച്ചം ഉണ്ടാവുള്ളൂ. ചിലർ പറയില്ലേ, ഞാൻ ഈ അധ്വാനിച്ചിട്ട് എനിക്കാകെ ഈ കഷ്ടപ്പാടും ഈ ദുഃഖവും ഈ വേദന എനിക്ക് മിച്ചമുള്ളൂ. അതല്ല മിച്ചം. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കിലൊന്ന് അധ്വാനിക്ക്. 2 അധ്വാനത്തിനും എടുത്ത സമയം ഒന്ന് കണക്ക് കൂട്ടാമോ? ശിമയോൻ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. യേശുവിൻ്റെ വാക്കിൽ അധ്വാനിച്ചത് ഏകദേശം 1-2 മണിക്കൂർ മാത്രമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. സമയത്തിൻ്റെ ലാഭം തന്നെ നോക്കൂ. ദൈവത്തിൻ്റെ വാക്കിൽ അധ്വാനിച്ചപ്പോൾ മണിക്കൂറുകൾ അധ്വാനിച്ചിട്ട് നേരം വെളുക്കുന്നത് ഒരുപോലെ കണ്ണടയ്ക്കാതെ അധ്വാനിച്ചിട്ട് കിട്ടാത്തത് നിമിഷ നേരം കൊണ്ട് അവരുടെ ജീവിതത്തിൽ കൈവന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ആയിരിക്കാം. രാവും പകലും കഷ്ടപ്പെട്ടിട്ട് മിച്ചം കടവും കണ്ണുനീരും മാത്രം. എന്നാൽ ഇന്നു മുതൽ ഈ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഇന്നു മുതൽ നിയോഗത്തോടെ ഒന്ന് വചനം കേട്ട് തുടങ്ങുക. നിയോഗത്തോടെ ഒന്ന് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം ഒന്ന് കയ്യിലെടുക്കാൻ തുടങ്ങുക. ആ വചനം വായിക്കാൻ തുടങ്ങുക. ആ വചനം വിശ്വസിക്കാൻ തുടങ്ങുക. ആ വചനം സ്വീകരിക്കാൻ തുടങ്ങുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം നിറയാൻ തുടങ്ങും. നിങ്ങളുടെ ശൂന്യതകൾ മാറാൻ തുടങ്ങും. ദൈവവചനം അങ്ങനെ പറയുന്നു. ഇനി എന്നെ സ്വാധീനിച്ചൊരു കാര്യമുണ്ട്. ആ വല കീറാൻ തുടങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. കീറാൻ തുടങ്ങിയാൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യം അതിനകത്തുള്ള മീൻ ആ കീറലിലൂടെ പുറത്തു പോകും. പക്ഷെ എഴുതിയിട്ടില്ല ഈ വാക്യത്തിൽ ആ കീറലിലൂടെ ദൈവം തന്ന മത്സ്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ടോ? ഇനി എന്നെ കേൾക്കുന്ന നിങ്ങൾ എഴുതിയെടുക്കണം, മനസ്സിൽ സൂക്ഷിക്കണം. ദൈവം തന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. ദൈവം തന്നതാണ് നഷ്ടപ്പെട്ടു പോകില്ല. സ്വന്തം നേടിയെടുത്തതും അധ്വാനിച്ചു കൊണ്ടതും ഒക്കെ ചിലപ്പോൾ നഷ്ടമാകാം. ദൈവം നിനക്ക് തന്നതാണോ നിൻ്റെ ജീവിതം? അത് നഷ്ടപ്പെട്ടു പോകില്ല. ദൈവം കൊടുത്ത മത്സ്യങ്ങളാണ് വലയ്ക്കകത്തുള്ളത്. സത്യം പറഞ്ഞാൽ വല കീറാൻ തുടങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. നോർമലായി സംഭവിക്കേണ്ട കാര്യം, ആ കീറലിലൂടെ മത്സ്യങ്ങൾ പോയി പെട്ടെന്ന് പിടച്ച് പോയി ആ കീറ വലുതായി എല്ലാം ഔട്ടായി പോകും. ഒന്നും ഉണ്ടാകില്ല അതിനകത്ത്. വല്ല മിച്ചം ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പം, പക്ഷെ നഷ്ടം സംഭവിക്കാം. പക്ഷെ ദൈവം തന്ന ഒന്നും കീറിയെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചില കീറലുകൾ വരും. നമ്മുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കൊക്കെ ചില കീറൽ വരും. ദൈവം തന്ന അനുഗ്രഹമുള്ള ഒരു ജീവിതമാണോ? നഷ്ടപ്പെട്ടു പോവില്ല. ദൈവം തന്ന ബിസിനസ്സാണോ നിനക്കുള്ളത്? നഷ്ടപ്പെട്ടു പോവില്ല. ദൈവം തന്ന ശുശ്രൂഷയാണോ കൈവശമുള്ളത്? ദൈവം തന്ന സമ്പത്താണോ കൈവശമുള്ളത്? ദൈവം തന്നതൊക്കെയാണോ കയ്യിലുള്ളത്? അതൊന്നും കീറിയാൽ പോലും പോകത്തില്ല കേട്ടോ. കീറലുണ്ടായാൽ പോലും അത് പോകില്ല. പോകാൻ കൂടെ നിൽക്കുന്ന ദൈവം സമ്മതിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഈ വല എറിഞ്ഞത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
അവിടെയും ചിലപ്പോൾ കീറലുകൾ വരാം. പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. നിങ്ങൾ പഠിച്ച് മേടിച്ചെടുത്ത എന്ത് കാര്യമാകട്ടെ അത് ദൈവം നിനക്ക് തന്നതാണ്. ദൈവം തന്നതാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചില കീറലുകളും വിഷമങ്ങളും വഴക്കുകളും ഒറ്റപ്പെടലൊക്കെ വരുമായിരിക്കാം. വഴക്കുകൾ ഉണ്ടാകുമായിരിക്കാം, പിണങ്ങലുകൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ നഷ്ടപ്പെട്ടു പോവില്ല. ദൈവം നിനക്ക് തന്ന മക്കൾ നഷ്ടപ്പെട്ടു പോവില്ല. നിനക്ക് ദൈവം തന്ന ജീവിത പങ്കാളി നിനക്ക് നഷ്ടപ്പെട്ടു പോവില്ല. ദൈവം നിനക്ക് തന്ന ആരോഗ്യം നഷ്ടപ്പെട്ടു പോകില്ല. ദൈവം നിനക്ക് തന്ന ആ ചിന്തകൾ നഷ്ടപ്പെട്ടു പോകില്ല. ദൈവം നിനക്ക് തന്ന ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല. ദൈവം നിനക്ക് തന്ന നിലപാടുകൾ നഷ്ടപ്പെട്ടു പോകില്ല. നിനക്ക് ദൈവം തന്ന ധൈര്യം നഷ്ടപ്പെട്ടു പോകില്ല. നിനക്ക് ദൈവം തന്ന പലതരത്തിലുള്ള താലന്തുകൾ ദൈവമാണോ തന്നത് നഷ്ടപ്പെട്ടു പോകില്ല. ഈ വാക്യത്തിൽ വായിക്കുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രസക്തമായ ഭാഗങ്ങളുണ്ട്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് 14-ാമത്തെ ദിവസമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാൽ ഒരാൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പ്രസംഗിച്ചത്. ദൈവത്തിൻ്റെ വാക്കിൽ നിന്നാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുന്ന വ്യക്തി തകർന്നു പോകത്തില്ല. ഇന്നുവരെ നിരാശയാണ്, വിഷമമാണ്, സങ്കടമാണ്, നഷ്ടമാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വാക്കിൽ ഇന്ന് തൊട്ട് തുടങ്ങുക. ഈ പുസ്തകത്തെ ബഹുമാനിച്ചു തുടങ്ങുക. ഈ വചനത്തെ സ്വീകരിച്ചു തുടങ്ങുക. ഈ വചനത്തെ വിശ്വസിച്ച് തുടങ്ങുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയിരിക്കും. നിങ്ങളുടെ ജീവിതം അതുപോലെ ആ വള്ളം, ഒന്നുമില്ലാത്ത വള്ളം മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞതുപോലെ ദൈവം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തെ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കാൻ തുടങ്ങും ദൈവവചനത്തിൽ നിൽക്കുമ്പോൾ. പത്രോസ് പറഞ്ഞ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ വരെ ഈ നിമിഷം വരെ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല ഗുരു, പക്ഷെ ഇപ്പോൾ ഞാൻ ആ വല എടുക്കാം. നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ചെയ്യും. നിങ്ങൾക്കും അങ്ങനൊരു തീരുമാനം ഉണ്ടാകട്ടെ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ നാളുകളിൽ ദൈവമേ നിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഇനി മുന്നോട്ട്, നിൻ്റെ വാക്കനുസരിക്കും ഞാൻ. നിൻ്റെ വാക്കിന് ഞാൻ വില കൊടുക്കും. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു, അതിനെ ഞാൻ സ്വീകരിക്കുന്നു, അതിനെ ഞാൻ സ്നേഹിക്കുന്നു. അതിൻ്റെ നന്മ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസം ഈ സമയം ദൈവവചനം പ്രാർത്ഥനയോടെ കേട്ട ഈ കുടുംബത്തെ, ഈ വ്യക്തികളെ ദൈവം കൊടുത്ത ആ വചനം ഇവരുടെ മനസ്സിൽ അത് അഭിഷേകമായി മാറട്ടെ. ഇവരുടെ കുടുംബത്തിൽ അത് നിങ്ങൾ ഈ കേട്ട വചനങ്ങൾ നിങ്ങൾ മാത്രം കേട്ട ഈ വചനം കേൾക്കാത്തവരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങളത് ഷെയർ ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഈ വചനം കേൾക്കാൻ പറയണം. ഇത് എൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, ഈ വചനം ഓരോ വ്യക്തികളും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ